ആക്ച്വലി 2018 വരെ ഇതൊരു ഒരു ബിസിനസ് ആയി പ്രൊഫഷണലാക്കാണ് ആൾക്കാർ വളരെ കുറവാണ്. ഫോർ മീ എനിക്ക് 2017 ഞാൻ ജോലി വിടുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ ജോലി വിട്ടു. ഞാൻ അന്നൊരു കമ്പനിയുടെ AVP ആയിരുന്നു, ഒരു പ്രോ ഫേമിൻ്റെ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ജോലി വിട്ടെന്ന്. അപ്പോൾ അന്ന് ഇതൊരു ബിസിനസ് ആയിട്ട് ആൾക്കാർ കരുതുന്നില്ല. അവരുടെ മനസ്സിലില്ല. പൊതുവെ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് മൈൻഡ് സെറ്റാണ് പൊതുവെ കേരളത്തിലുള്ളത്. അപ്പം ആ ഒരു രീതി കണക്കാക്കില്ല. പക്ഷേ 2019-20 ശേഷം ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് തുടങ്ങി. വീട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് ടൈമുണ്ട്. ഈ ടൈമിലേക്കാണ് 2020 ഇഷ്ടം പോലെ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ അറിയാം, ഇപ്പം പല ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം മിനിമം അവരുടെ എക്സ്പീരിയൻസ് 5 വർഷമായിരിക്കും. 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് വളരെ കുറവാണ്. എനിക്കറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ അവർ ഈ 2020 മാർക്കറ്റിലേക്ക് വന്നു. അന്ന് ഡൗൺവേർഡ് മാർക്കറ്റ്, അപ്വേർഡ് മാർക്കറ്റ്, എവരിബഡി മേക്സ് മണി. എവരിബഡി സ്റ്റോക്ക് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും, ഓപ്ഷൻസ് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും. ഹയർ വിക്സിലാണ് 40-50 വിക്സ് ഒക്കെ അന്ന് വന്നിട്ടില്ല. 38-40 വിക്സ് നല്ല പ്രോഫിറ്റാണ്. ആ രീതിക്കാണ് കുറെ കാലം പൊക്കോണ്ടുവന്നത്. പക്ഷേ 2022 എന്ത് പറ്റി, ഇവരെല്ലാം കരിഞ്ഞ് പാറ്റയെ പോലെ അങ്ങ് പോയി. അതിനുശേഷമാണ് സെബി ആ ഗൈഡ് ലൈൻ തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അതിന് 2023 ആൾക്കാർ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നേരെ ഇക്വിറ്റി ഇൻട്രാഡേക്ക് വന്നു. പണ്ട് ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പ്രോഫിറ്റ്സിലുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആ 2020 വന്ന സ്പാൻ അത് നോക്കിയാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സീരിയസിൻ്റെ ഷെയർ കയറിപ്പോയത് അങ്ങനെയല്ലേ. സോ അതെല്ലാം കളക്റ്റഡ് ആയിട്ട് വന്ന ആ രീതി ക്യാച്ച് ചെയ്ത് വന്നതാണ്. അപ്പം യൂഷ്വലി ആ ഒരു സിസ്റ്റം എല്ലാവരുടെ മനസ്സിലുണ്ട്. എവരിബഡി ക്യാൻ മേക്ക് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.